ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആ റഹീം കാടെ ആ ഡീറ്റെയിൽ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ റഹീംക്ക മുഖേന റഹീംക്ക ഒരു അപ്പോൾ നമ്മൾ റഹീംക്ക മുഖേന ജയിലിൽ കുടുങ്ങിപ്പോയ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹീംക്കക്ക് ഈ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഇയാൾ മരണപ്പെട്ടപ്പോൾ റഹീംക്ക ചെന്ന ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ഭാഷയും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സഹായത്തിന് റഹീംക്ക മറ്റൊരു മലയാളിയെ വിളിച്ചു. അദ്ദേഹം ഈ കേസിൽ അറിയാതെ പെട്ടുപോയി. അദ്ദേഹം റഹീംക്കൊപ്പം 10 വർഷക്കാലം ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻ്റർവ്യൂ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ സംഭവിച്ചതിൽ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. റഹീംക്ക ഇങ്ങനെ സംഭവം ഉണ്ടായി, പോലീസ് പിടിച്ചപ്പോൾ ഒരു സഹായത്തിന്, അത് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ വർഷങ്ങളായി ഗൾഫിലുള്ള കോഴിക്കോട്ടുകാരൻ തന്നെ ഒരു സുഹൃത്തിന് സഹായത്തിന് വിളിച്ചാണ്. പക്ഷേ അയാളും ഈ കേസിൽ അറിയാതെ ഉൾപ്പെട്ടു പോയി. അപ്പോൾ തുടർന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ജോലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിച്ച ജോലിയല്ല. 17 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ആ പൊസിഷനിൽ ഞാൻ എത്തിയത്. റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനമാണ് ഇന്ന് മലയാളികൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹീമിന് വേണ്ടി 34 കോടി രൂപ മലയാളികൾ ഒന്നാകെ സമാഹരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു വ്യക്തി കൂടിയുണ്ട്. അത് കോഴിക്കോട് നല്ലളത്ത് താമസിക്കുന്ന മുഹമ്മദ് നസീർ അഹമ്മദ്. അദ്ദേഹം ഈ റഹീമിനൊപ്പം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ കേസിൽ നിരപരാധിയായിരുന്നിട്ട് കൂടി 10 വർഷത്തോളം അദ്ദേഹം റഹീമിനൊപ്പം ജയിലിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റഹീം 18 വർഷമായി. എന്നാൽ റഹീം ചെയ്ത കാര്യത്തിനാണ് ജയിലുണ്ടായിരുന്നത്. പക്ഷേ ചെയ്യാത്ത കാര്യത്തിന് റഹീമിനൊപ്പം 10 വർഷം ജയിലിൽ കിടന്ന നസീറാണ് നമ്മോടൊപ്പം ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ റഹീമാണ് എല്ലായിടത്തും ചർച്ച. എന്തായിരുന്നു അന്ന് ജയിലിൽ കിടക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ എല്ലാവർക്കും മീഡിയയിൽ വളരെ സജീവമായിട്ടുണ്ട്. അന്ന് ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏറെയോളം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റഹീമിന് ഈ നടന്ന സംഭവം അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അവർ എന്നെയായിരുന്നു വിളിച്ചത്. ഇങ്ങനെ സംഭവം കയ്യബദ്ധം പറ്റി എന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവനായിരുന്നു. അപ്പോൾ ആകെ അറിയുന്ന ഒരു ബന്ധുവായിരുന്നു ഞാൻ. എൻ്റെ മദറിൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ അവൻ വിളിച്ചിട്ട് സംഭവം ഇങ്ങനെ മരണപ്പെട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. സൗദിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സൗദി അറേബ്യയിൽ റെഡ് ബുൾ കമ്പനിയിൽ സെയിൽസ് മാനേജറായിരുന്നു. 17 വർഷമായി ഞാൻ ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് നല്ലൊരു പൊസിഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നസീർക്ക, പിന്നെ ഇങ്ങനെ എനിക്ക് സൗദിയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്, അപ്പോൾ നസീർക്ക ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ല. ഇല്ല, സംഭവം പറഞ്ഞാൽ ആരും പോകില്ല, ഞാനൊന്നല്ല, ആരും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം പറഞ്ഞു. സെക്കൻഡ് ടൈം വിളിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കമ്പനിയിൽ, കാരണം ആ ഒരു പൊസിഷനിലല്ലേ, തിരക്കിലാണ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇല്ല ഒന്നും പറഞ്ഞില്ല, ഒരു ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഹോൾഡ് ഓൺ, നീ ടെൻഷൻ പിടിച്ചിട്ട് ഒന്നും ചെയ്യരുത്, ഐ ജസ്റ്റ് കം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം 3-ാമത്തെ പ്രാവശ്യമാണ് വിളിച്ചത്. 3-ാമത്തെ പ്രാവശ്യം വിളിച്ച് ഞാൻ പറഞ്ഞു ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു പാർക്കിങ്ങിൽ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി കണ്ടു പാർക്കിങ്ങിൽ കണ്ടു. അവനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നോക്കുമ്പോൾ അവരെ സ്പോൺസർ, അതായത് ഈ പറഞ്ഞ ആനസ് എന്ന് പറഞ്ഞ സ്പോൺസർ ബാക്ക് സീറ്റിൽ ആകെ ഒരു തളർന്ന ഒരു പൊസിഷൻ. ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി, എൻ്റെ കഫീലാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതിങ്ങനെ, അപ്പോഴാണ് അവന് കാര്യം പറഞ്ഞത്. അതായത് ഇപ്പോൾ നിങ്ങളും അറിയുന്നതും അവർ കോടതിയിൽ പറഞ്ഞതും ഈ സംഭവമൊക്കെ ഞാനും അപ്പോഴാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ ഈ ഇടയിൽ കുറേ ചർച്ച ഉണ്ടായിരുന്നു, അതായത് നസീറും കൂടി പങ്കുണ്ട് എന്നാണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഈ അടുത്താണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിലൊക്കെ കണ്ടത്. അപ്പോൾ ഏറ്റവും പ്രത്യേകം നമുക്ക് ജനങ്ങൾക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ ഒരിക്കലും പങ്കില്ല എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ പങ്കുണ്ടെന്ന് കരുതാനുള്ള കാരണം ഈ ഫോൺ കോൾ മാത്രമേ. ഫോൺ കോൾ മാത്രം എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട ആളില്ലേ, ഇത് മരണം സംഭവിച്ചത് ഏകദേശം ഒരു 7-7:15 ആ ഒരു ടൈമിലാണ്. അത് രാത്രി അല്ല, ഏർലി മോർണിംഗ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ട്.
ആദ്യം അവൻ വിളിക്കുന്ന 9:30, പിന്നെ 10:30, പിന്നെ 11:45 എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ട ടൈമും ഇന്നെ വിളിക്കുന്ന ടൈമും, അതായത് ഇന്നെ വിളിക്കുന്നത് ഈ മരണപ്പെട്ട ഫോണിൽ നിന്നായതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ അതിലേറ്റവും അതായത് വ്യക്തമുണ്ട് ഇതിൽ എനിക്ക് പങ്കില്ല എന്ന്. പിന്നെ അവിടുത്തെ നിയമം തെളിയിക്കണം. എനിക്ക് പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ. അവിടുത്തെ പോലീസ് പക്ഷേ തുടക്കത്തിൽ പങ്കുണ്ടെന്ന രീതിയിലാണ് കണ്ടത്, സംശയിച്ചത്. കാരണം ഒരു മരണപ്പെട്ട ആളെ ഫോണിൽ നിന്ന് 3 പ്രാവശ്യം വിളിക്കണമെങ്കിൽ എന്താണ് കാരണം, ഏത് സാഹചര്യത്തിലാണ് അയാൾ വിളിച്ചതോ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അയാൾ വിളിച്ചിട്ടില്ല, അയാൾ വിളിച്ചെന്ന് പറയാനും പറ്റില്ല, കാരണം ഓൾറെഡി ഹീസ് ഡെഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചതല്ല, അവരുടെ ഡ്രൈവറാണ് എന്നെ വിളിച്ചിട്ട് എന്തോ ഒരു ലാംഗ്വേജ് പ്രോബ്ലമാണ്, സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്ക് സത്യവാസത്തിൽ എന്താണ് നടന്നതെന്ന് പോലും അറിയില്ല. അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള എല്ലാവരും അറിഞ്ഞ പോലെ ഞാനും അറിയുന്നത്. സത്യാവസ്ഥയിൽ അവിടെ നടന്ന സിറ്റുവേഷനിൽ ക്ലൈമാക്സിൽ ഞാനില്ല. പക്ഷെ അത് പോലീസ് വിശ്വസിച്ചില്ല, ജയിലിലായി. അതാണ് പോലീസ് വിശ്വസിച്ചില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ വന്നിട്ട് 10-28 ദിവസം ആയിട്ടുള്ളൂ. എൻ്റെ ഐഡൻറ്റി കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 17 വർഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും. ആ ഒരു സംശയത്തിൻ്റെ രീതിയിൽ അവർ എന്ത് ചെയ്തു, ഇന്നെ തുടർന്നു. അതായത് മരണപ്പെട്ട ആളെ ഫോണിൽ നിന്ന് വിളിച്ചാണല്ലോ. അപ്പോൾ ജസ്റ്റ് എന്നെ എൻക്വയറി കോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറയണമല്ലോ, എനിക്കറിയാം ട്രാപ്ഡാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സംഭവ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനകത്തൊന്നും പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിവേ നമുക്ക് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അന്ന് നടന്ന മാതിരി ഞാൻ പറഞ്ഞു, എന്ത് റഹീം എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇവിടുത്തെ സൗദി അറേബ്യയിലത്തെ നിയമ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നെ അതായത് ബുദ്ധിമുട്ടിൽ ആക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നീ ട്രാപ്ഡാണ്. അതായത് ഇങ്ങനത്തെ ഒരു സൗദി അറേബ്യയിലത്തെ നിയമം അനുസരിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ വിളിച്ചത് എൻ്റെ ഫോണിൽ നിന്ന്, മരണപ്പെട്ട ആളെ ഫോണിൽ നിന്നാണ്. ഒരു പക്ഷേ നീ ആ ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അന്നെ ഞാൻ രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കുടുംബമുണ്ട്, മക്കളുണ്ട്. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ബി ഇൻ ട്രാപ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറയ്ക്ക് കൊടുക്കുന്ന മാതിരിയായി പോയില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനക്കത് സംഭവം ബോധ്യപ്പെട്ടു. അന്ന് ഈ പോലീസ് അറസ്റ്റ് ചെയ്തു. എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു? ആർക്ക്? നസീർ ഒരു 10 വർഷം കിടന്നു. എനിക്ക് ശിക്ഷ വിധിച്ചത് 2 വർഷമാണ്, 10 വർഷം കിടന്നു. അതെങ്ങനെ 10 വർഷമായത്? 10 വർഷം ആയതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, നിരന്തരമായിട്ട് ഞാൻ ഈ 2 വർഷം ശിക്ഷ എനിക്ക് വിധിച്ചു. അതായത് കുറ്റം മറച്ചു വെച്ച് കേസ് എടുക്കാൻ തന്നെ സമയമെടുത്തു അല്ലേ? കേസ് എടുക്കാൻ 1 വർഷം പിടിക്കും. അതായത് കോടതിയിൽ കേസ് വരാൻ 1 വർഷം പിടിച്ചു. ഈ 1 വർഷം പിടിച്ചു 1 വർഷം ജയിലിൽ കിടന്നു. 1 വർഷം ജയിലിൽ കിടന്നു. മാത്രമല്ല അതിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പിന്നെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി ജയിലിൽ. അത് ഉള്ളത് എനിക്ക് പറയാനല്ലോ, പങ്കുവെക്കണമല്ലോ എനിക്ക്. അതായത് ഷക്കീബ് എന്ന് പറഞ്ഞ ഒരു പ്രസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ മലയാളം ന്യൂസിലത്തെ. പിന്നെ നജീബ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമം റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ഞങ്ങളെ ജയിലിൽ ഒരാളെ സന്ദർശിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ ആളെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കും എന്നോട് അവർ ചോദിച്ച് ഇന്ത്യൻ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കേസിന് വന്നതാണ്, നിങ്ങളത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുടുങ്ങിയിട്ട് 2-3 മാസമായി, പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അങ്ങനെ അവരടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, വിസിറ്റേഴ്സ് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ നജീബ്ക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂപ്പരൊരു നമ്പർ എനിക്ക് എഴുതി തുണ്ട് കള്ളാസിൽ എഴുതിയിട്ട് എനിക്ക് ഇട്ട് തന്നു. അത് ഞാൻ പിക്ക് ചെയ്ത് പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഞങ്ങൾ വർക്കിംഗ് അവേഴ്സിൽ സംസാരിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ, സ്റ്റോറി, റഹീമിൻ്റെ കാര്യങ്ങൾ, എൻ്റെ നിരപരാധിത്വം എല്ലാം പങ്കുവെച്ചു. അങ്ങനെയാണ് ഈ ഷക്കീബ്ക്കും നജീബ്ക്കും ഈ മീഡിയയിൽ കൊണ്ടുവരുന്നത്.